മാധ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാഭത്തിലൊരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാ അങ്ങനെയായിട്ടൊരു നല്ലൊരു പ്രോപ്പർട്ടി 100% നമുക്ക് ഉറപ്പിച്ച് പറയാം, ലാഭമാണ് എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാം. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കി, ഒരു 2 നില പണിയണമെങ്കിൽ എന്ത് വില ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്ക്. 23 സെൻറ്റ് സ്ഥലമാണ്, 2300 സ്ക്വയർ ഫീറ്റാണ് വീട്. 5 ബെഡ്റൂമുണ്ട്. 5 ബെഡ്റൂം, 4 ബാത്റൂം, ഒരു ബാൽക്കണി, നല്ല വിശാലമായ ഒരു സിറ്റ് ഔട്ട്, ഹാള്, വർക്ക് ഏരിയ, കിച്ചണ്, സിറ്റ് ഔട്ട്, അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടി. ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരവും. ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില 43 ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ഈ പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്നുള്ളൂ. നമ്മൾ വീഡിയോയിൽ ആദ്യം പറഞ്ഞായിരുന്നു, 100% ഉറപ്പിച്ചു പറയാം, ലാഭമാണ് എന്ന് തന്നെ 100% നമുക്ക് ഉറപ്പിച്ചു പറയാമെന്ന്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ വീടിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കതറിയാം. വീടിൻ്റെ മുറ്റത്തെ ഫലവൃക്ഷങ്ങളാണ് കാണുന്നത്. 23 സെൻറ്റ് സ്ഥലത്തിൻ്റെ അകത്തെ കൃഷികളാണ് ഇപ്പോൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലാവ്, മാവ്, അങ്ങനത്തെ ഫലവൃക്ഷങ്ങളൊക്കെ ഉണ്ട്. പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ രാമപുരം കൂത്താട്ടുകുളം റൂട്ടിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. രാമപുരത്ത് നിന്ന് 1.5 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ, 1.5 അല്ലെങ്കിൽ 2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം. ബസ് റൂട്ടിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. 23 സെൻറ്റ് സ്ഥലവും ഈ വീടും കൂടെ 43 ലക്ഷം രൂപ. 5 ബെഡ്റൂമുള്ള ഈ വീടിനും കൂടെ 43 ലക്ഷം രൂപ മാത്രമാണ് ചോദിക്കുന്നുള്ളൂ. വിലയിലൊക്കെ ചെറിയ രീതിയിൽ വിലയിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ലോണ് അവൈലബിൾ ആണ്. ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നതാണ്. നല്ല വലിപ്പമുള്ള ഒരു ഹാളൊക്കെയാണ് വീഡിയോയിൽ കാണുന്നത്. വീടിൻ്റെ ഫുൾ വീഡിയോ എടുത്തിട്ടില്ല, ആളത്താമസമുണ്ട്, അതുകൊണ്ട് ഫുൾ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഈ പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം.